കൂട്ടുകാരെ, ഇന്നത്തെ കഥയുടെ പേരാണ് ഓമനയാകാൻ കൊതിച്ച കഴുത. ഒരു കർഷകൻ ഒരു കഴുതയെ വളർത്തിയിരുന്നു. നല്ല കഴുത. യജമാനന് ആ കഴുതയെ നല്ല ഇഷ്ടമായിരുന്നു. യജമാനന് വേണ്ടി ഭാരമെല്ലാം ചുമക്കുന്നത് അവനാണ്. അങ്ങനെയിരിക്കെ യജമാനൻ ഒരു ദിവസം ഒരു നായക്കുട്ടിയെ വാങ്ങിക്കൊണ്ടുവന്നു. ഒരു കൊച്ചു പോമറേനിയൻ നായക്കുട്ടി. നായക്കുട്ടി വന്നതോടെ യജമാനന് അതിനോടായി കൂടുതൽ സ്നേഹം. അതിന് അയാൾ തലോടും, മടിയിലിരുത്തി ലാളിക്കും. കഴുത ഇതൊക്കെ അസൂയയോടെ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ കഴുതയ്ക്ക് ഒരു ബുദ്ധി തോന്നി. ഇങ്ങനെ താനും യജമാനനോട് സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ തന്നെയും യജമാനൻ മടിയിലിരുത്തി ലാളിക്കും. കഴുത വിചാരിച്ചു. പിറ്റേന്ന് സന്ധ്യയ്ക്ക് യജമാനൻ വീട്ടിൽ കയറി വരുന്ന സമയത്ത് കഴുത ഗേറ്റിനു മുമ്പിൽ കാത്തുനിന്നു. നായക്കുട്ടി ഓടി വരുന്നതിനു മുമ്പ് കഴുത യജമാനൻ്റെ അടുത്തേക്ക് വാലാട്ടിക്കൊണ്ട് ഓടിച്ചെന്ന് മണപ്പിച്ചു, ചുംബിച്ചു. ചുറ്റും ഓടി സന്തോഷിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തു. കഴുതയുടെ പരിപാടികൾ കണ്ട് യജമാനൻ അമ്പരന്നു. അപ്പോൾ കഴുത മുൻകാലുകൾ രണ്ടും ഉയർത്തി യജമാനൻ്റെ തോളിൽ വെച്ചു. യജമാനന് നല്ലപോലെ വേദനയായി. അയാൾ പെട്ടെന്ന് പിറകിലോട്ടു മാറി. അയാൾ ഒരു വലിയ വടിയെടുത്ത് കഴുതയ്ക്ക് 4 കൊടുത്തു. കഴുത നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. വേദന കൊണ്ട് പുളഞ്ഞ കഴുതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ഒരിക്കലും ഒരു നായക്കുട്ടിയെപ്പോലെ പെരുമാറാൻ പാടില്ലായിരുന്നുവെന്ന്. കൂട്ടുകാരെ, നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായ രീതികളുണ്ട്. ആ രീതികൾ മറന്ന് ഒരുവൻ മറ്റുള്ളവനെ അനുകരിച്ചാൽ അപകടം തന്നെയായിരിക്കും ഫലം. ഈ കഥ ഇഷ്ടമായോ കൂട്ടുകാർക്ക്?